പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ഈ മൂന്നെണ്ണമാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. അതിൽ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഡാറ്റയും ഫങ്ഷനും പബ്ലിക്കായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റേനെയും ഫങ്ഷൻസിനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പബ്ലിക്കിൻ്റെ പ്രത്യേകത. ഇനി പ്രൈവറ്റ് ആയിട്ടാണ് വയ്ക്കുന്നതെങ്കിലോ, പ്രൈവറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഡാറ്റേനെയോ ഫങ്ഷനെയോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെക്കുന്നെങ്കിലോ, പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെക്കുന്നെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്താണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന്. അപ്പോൾ ഡാറ്റയും ഫങ്ഷനും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ്സുകൾക്ക് മാത്രമേ ഈ ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ആക്സസ് ഉണ്ടാവും. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസ് ഉണ്ടാവില്ല. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിനെയാണോ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ ചൈൽഡ് ക്ലാസ്സിന് മാത്രമേ ഡാറ്റേനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് എൻകാപ്സുലേഷനിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റാണ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾസൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. മൊഡ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ, വലിയൊരു സോഫ്റ്റ്വെയറിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസ് ആക്കണം. എന്നിട്ട് അതല്ലാതെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതാണ് മൊഡ്യൂളറൈസേഷൻ എന്നൊക്കെ വേണ്ടി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മോഡുലാരിറ്റി എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് തന്നെയാണ്. മോഡുലാരിറ്റി ഈസ് എ കോൺസെപ്റ്റ് through which a program is partitioned into modules that can be considered and written on their own with no consideration of any other module. ഒരു വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് സ്മോൾ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് മോഡുലാരിറ്റി. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് എന്താണെന്നൊക്കെ പഠിച്ചല്ലോ. ക്ലാസ്സിൽ എന്താ ഉള്ളത്, ഡാറ്റയുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ആ ഒരു ക്ലാസ്സിന് ഇപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ കുറേ ചൈൽഡ് ക്ലാസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ക്ലാസ് ഉണ്ടാക്കി, എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി. ആ ക്ലാസ്സിന് എനിക്ക് വേണമെങ്കിൽ എനിക്ക് അതിൽ നിന്നൊരു ബി ക്ലാസ്സിനെ അതിൻ്റെ ചൈൽഡ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണോ ഈ ചൈൽഡ്, ഈ ചൈൽഡിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, എ എന്ന് പറയുന്ന ക്ലാസ്സാണ്